ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ പരീക്ഷാഫലം എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, ജൂലൈ ആദ്യ ആഴ്ച തന്നെ റിസൾട്ട് വരുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ ഏകദേശം ആദ്യ ആഴ്ചയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ആഴ്ചയായിരിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഉത്തര സൂചികയും അതുപോലെ തന്നെ ചോദ്യപേപ്പറിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് dhsc.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഉത്തര സൂചിക ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ പേപ്പർ വാല്യുവേഷൻ, അതായത് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ പേപ്പർ വാല്യുവേഷൻ ആരംഭിക്കുന്നത് ജൂൺ 27-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളിലായിട്ട് വിദ്യാർത്ഥികൾക്ക്, അത് 27, 28, 29, അതായത് 3 ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ ഈ ഒരു വാല്യുവേഷൻ നടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പേപ്പർ വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഏതായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം അതിൻ്റെ ടാബുലേഷൻ ഏതായാലും കുറച്ച് ദിവസം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം ഏകദേശം ഒരു ജൂലൈ ആദ്യ ആഴ്ചയോടെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയോടെയാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. കാരണം സേ പരീക്ഷ റിസൾട്ട് പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജൂലൈ 15-ന് മുമ്പായിട്ട് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തര സൂചിക നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു dhsc.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയും ഇവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം QP ആൻഡ് ഫൈനലൈസ്ഡ് സ്കീം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു PDF-ൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു PDF നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു PDF ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെ ഫൈനലൈസ്ഡ് സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഡൗൺലോഡ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഫൈനലൈസ്ഡ് സ്കീമാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഡൗൺലോഡ് എന്നുള്ള അതിന് നേരെയുള്ള ഡൗൺലോഡ് എന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഒന്നിൽ കൂടുതൽ ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതിൽ ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കും. ഒന്നിൽ കൂടുതലൊന്നുമില്ല, ഒരു ഇമെയിൽ ID മാത്രമേ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ളൂവെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലോഗിൻ ചെയ്ത ഇമെയിൽ IDയിലേക്ക്, അതായത് അതിൻ്റെ ഡ്രൈവിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഡ്രൈവിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈവിലേക്ക് ഓപ്പൺ ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മലയാളമാണ്, അത് മലയാളമല്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു റഷ്യൻ ഭാഷയുടേതാണ് ജസ്റ്റ് കാണിച്ചു തരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് റഷ്യൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു PDF നിങ്ങൾ കറക്റ്റായിട്ട് അതായത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു PDF ലോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഷയിൽ നിങ്ങൾക്ക് അതായത് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, അവർ എഴുതിയതിന് എത്ര മാർക്കാണ് നൽകേണ്ടത്, അതുപോലെ തന്നെ അതിൽ എന്ത് പോയിന്റ് ഉണ്ടെങ്കിലാണ് മാർക്ക് കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു ആൻസർ കീയിൽ ഉണ്ടാവുക. നമുക്ക് മലയാളത്തിൻ്റെ നോക്കാം. മലയാളത്തിൻ്റെ ജസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ഒരു PDF-ൽ അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ആൻസറിൽ നിങ്ങൾ നൽകിയിട്ടുള്ള അതായത് ഉത്തരത്തിൽ ഏതൊക്കെ ഡീറ്റെയിൽസാണ്, അത് ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പ്രചോദിപ്പിച്ചു, ഒരു കാര്യത്തിന് അനേകം തലങ്ങൾ ഉണ്ടാകാം എന്നിങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എത്ര മാർക്ക് വീതം കൊടുക്കണം എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതിയ പോയിൻറ്റ്സിൽ അത് ആ ഒരു ആൻസറിൽ ഈ ഒരു പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കണം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചേരുംപടി ചേർക്കുന്ന അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എത്ര മാർക്ക് കൊടുക്കണം എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 8ാമത്തെ ക്വസ്റ്റ്യനിൽ പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ കത്തുപാട്ടുകളുടെ സവിശേഷതകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം 9ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാഠഭാഗത്ത് നിന്നും 2 ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ 2 മാർക്ക് കൊടുക്കാം. അതുപോലെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ത്രിവേണി സംഗമത്തിൻ്റെ പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ 2 മാർക്ക് കൊടുക്കാം. അതുപോലെ 11ാമത്തെ ക്വസ്റ്റ്യനിൽ ശ്രീലങ്കൻ സർക്കാർ സച്ചിന് നൽകിയ പുരസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ 2 മാർക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ അതായത് ഏത് സബ്ജക്റ്റാണ് എന്നുള്ളതും കറക്റ്റായിട്ട് ഏത് വേർഷനാണ് എന്നുള്ളതും അതുപോലെ തന്നെ എത്ര മണിക്കൂറിൻ്റെ എത്ര മാർക്കിൻ്റെ എക്സാം ആയിരുന്നു അത് എന്നുള്ളതും അതുപോലെ ആ ഒരു ക്വസ്റ്റ്യൻ കോഡ് എത്രയായിരുന്നു എന്നുള്ളതും ഇതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു PDF-ൻ്റെ മുകളിലായിട്ട് 3 ലൈൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു ജൂലൈ 2nd വീക്കോടെയോ അല്ലെങ്കിൽ ആദ്യ വീക്കോടെയോ, അതായത് ഏകദേശം ജൂലൈ 15-ന് മുമ്പ് തന്നെ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ടിൽ അതായത് അലോട്ട്മെൻ്റ് അല്ല ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു
kerala-results.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.